ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും പാട്ടും പാചകത്തിലേക്ക് വരിക. നമുക്കിന്നൊരു ഇത് ബീട്രൂട്ടാണ്. നമുക്ക് ഈ ബീട്രൂട്ട് കൊണ്ട് ചീവി എടുത്തതാണ് ബീട്രൂട്ട്. ഈ ബീട്രൂട്ട് കൊണ്ട് നമുക്കിന്നൊരു പരിപ്പ് വട ഉണ്ടാക്കാം. ബീട്രൂട്ട് പരിപ്പ് വട അത് എങ്ങനെയാണ് ഉണ്ടാക്കാവുന്നതും അതിൻ്റെ മസാലകൾ എന്താണെന്നും നമുക്ക് കാണണ്ടേ. ബാ, ഇതിലേക്ക് നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒത്തിരി നല്ല എരിവിന് വേണ്ടിയാണ് ഒത്തിരി പച്ചമുളക് ഒത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. അരമുറി സവാള അരിഞ്ഞത്, കുറച്ച് മല്ലിയില, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, തേങ്ങ ചിരണ്ടിയത്, ഒരു വെറൈറ്റി ബീട്രൂട്ട് പരിപ്പ് വടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം, കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു അര സ്പൂണ് മുളക് പൊടി, രണ്ട് സ്പൂണ് റവ വറുത്തത്, 2 സ്പൂണ് അരിമാവ് വറുത്തത്, കുറച്ച് കായപ്പൊടി ആവശ്യത്തിന്, കൂടിപ്പോയാൽ കയ്ക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചേരുവകൾ. ബീട്രൂട്ട് നൈസായിട്ട് അരിഞ്ഞത്, തേങ്ങ ചിരണ്ടിയത്, മല്ലിയില, അര സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്, പച്ചമുളക്, കായപ്പൊടി, ഉപ്പ്, അരിമാവ്, റവമാവ്, മുളക് പൊടി, ഇത്രയും കൂടെ ചേർത്താണ് നമ്മൾ ബീട്രൂട്ട് വട പരിപ്പ് വട ഉണ്ടാക്കാൻ പോകുന്നത്. ബീട്രൂട്ട് പരിപ്പ് വട. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർക്കാം. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഒത്തിരി വെള്ളം ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഞവടിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഞവടണം. വെള്ളം കൂടിക്കൂടാ. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് അത് നന്നായിട്ട് നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് മൈദ മാവ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഞവടാം. ഹലോ, മാവ് ഞാൻ നന്നായിട്ട് ഞവടി ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഹലോ, ഗ്യാസ് കത്തിക്കാം. കുറച്ച് എണ്ണ നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് എണ്ണ കുറച്ചിരിപ്പുണ്ട്. അതിലേക്ക് ആ എണ്ണ നമുക്ക് എടുക്കാം. വേണമെങ്കിൽ ഒത്തിരി എണ്ണ കൂടി നമുക്ക് അതിലേക്ക് ഒഴിക്കാവുന്നതാണ്. എണ്ണ ചൂടാകട്ടെ. ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കിയ പരിപ്പ് വടയാണ് ബീട്രൂട്ട് പരിപ്പ് വട. നമുക്കതിലേക്ക് ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ പരിപ്പ് വട എങ്ങനെയാണോ നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കി പാചകത്തിനെല്ലാം ഇടുന്നത്, അതുപോലെ തന്നെ നമ്മൾ ബീട്രൂട്ട് പരിപ്പ് വട നമ്മൾ ഉണ്ടാക്കുന്നു. അതുപോലെ യുവൽ കാറ്ററിംഗ് എവിടെ വേണമെങ്കിലും ഏത് ലോകത്ത് വേണമെങ്കിലും നമ്മൾ പോയി ചെയ്യുന്നതാണ്. കല്യാണ ഓർഡറുകളെല്ലാം, കല്യാണം, എന്ത് പാചകം, എന്ത് വർക്കുകളുണ്ടെങ്കിലും, പന്തല് ഡെക്കറേഷൻ, എന്ത് വർക്കുണ്ടെങ്കിലും നമ്മളത് ചെയ്യുന്നതാണ്. യുവൽ കാറ്ററിംഗ്, പൈവേലിക്കോണം, നാവായിക്കുളം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട്
ഒരു ബീട്രൂട്ട് ചീവി അരിഞ്ഞെടുത്തത്, പച്ചമുളക് വട്ടത്തിനരിഞ്ഞത്, അര സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില, കറിവേപ്പില, 2 സ്പൂൺ മൈദമാവ്, 2 സ്പൂൺ കോൺഫ്ലവർ, 2 സ്പൂൺ അരിപ്പൊടി, 2 സ്പൂൺ റവ മാവ്. ഹലോ, ഇപ്പോൾ നമ്മുടെ വട, ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കിയ പരിപ്പ് വട റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റെഡിയാകും. അപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ: ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞത്, അര സവാള കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിനരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില, തേങ്ങ ചിരണ്ടിയത്, 1 മുറിയുടെ പകുതി തേങ്ങ ചിരണ്ടിയെടുത്തത്, മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, റവമാവ് 2 സ്പൂൺ റവ, 2 സ്പൂൺ മൈദമാവ്, 2 സ്പൂൺ അരിപ്പൊടി, കോൺഫ്ലവർ ചേർത്തിട്ടില്ല. ഇത്രയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം ഇതുപോലെ തന്നെ ചേർത്ത് നിങ്ങൾ റെഡിയാക്കി കുട്ടികൾക്കെല്ലാം കൊടുക്കണം, കഴിക്കണം. ഇതൊരു വെറൈറ്റി ബീട്രൂട്ട് പരിപ്പ് വടയാണ്. നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് ഇതെല്ലാവരും കഴിക്കും. ചായക്കെല്ലാം കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കുക, കുട്ടികൾക്കെല്ലാം കൊടുക്കുക. നമ്മൾ നന്നായി ഇതെല്ലാം ഒരു വെറൈറ്റി അടിപൊളി ബീട്രൂട്ട് പരിപ്പ് വടയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാൻ മറന്നു പോകരുത്. ശകലം കൂടെ മൂക്കാനുണ്ട്. ഹലോ, എല്ലാവരും വായോ. ഞാനുണ്ടാക്കിയ ബീട്രൂട്ട് പരിപ്പ് വടയാണിത്. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാ, എങ്ങനെയുണ്ട്? കൊള്ളാവോ? നന്നായിട്ടില്ലേ? ഇത് അടിപൊളിയായിട്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. കുറച്ച് ടൊമാറ്റോ സോസും ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കിയ പരിപ്പ് വടയും. അതൊന്ന് ചവയ്ക്കാൻ വേണ്ടി അതിൽ തേങ്ങയുണ്ട്, റവമാവുണ്ട്, അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, മൈദമാവ് ചേർത്തിട്ടുണ്ട്. വാ, ഒന്നും പറയാനില്ല. അടിപൊളി സെറ്റ് സാധനം. എന്താ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. പക്ഷേ ഈ കളർ ഇങ്ങനെ കുറഞ്ഞു പോയിരിക്കുന്നത്, അതേ കളർ നമുക്ക് കിട്ടത്തില്ല. എണ്ണയിലിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും കളർ ഒത്തിരി ഒന്ന് മങ്ങും. നല്ല സൂപ്പറായിട്ടുണ്ട് പരിപ്പ് വട. അതെല്ലാം എല്ലാവരും ഉണ്ടാക്കുക, എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. വൈറ്റമിൻ സാധനമാണ്. നന്നായിട്ടുണ്ട്. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.